ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് തിരുവോണമാണ്. അപ്പം ഇന്നത്തെ തിരുവോണ ദിനത്തിൽ എനിക്ക് തിരുവോണത്തെ പറ്റി സംസാരിക്കണം എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ വന്നതാണ്. അപ്പോൾ തിരുവോണം എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഞാൻ പറയാണ്, തിരുവോണത്തിന്റെ എല്ലാവർക്കും ആശംസകൾ പറയാണ്. തിരുവോണത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യുക? തിരുവോണം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് എന്താ ഓടി വരിക? ആദ്യം തന്നെ നമുക്ക് അത്തപ്പൂക്കൾ ഇടുക, പിന്നെ നല്ല പുതുവസ്ത്രങ്ങൾ ഇടുക, പിന്നെ ഓണസദ്യ, ഓണക്കോടി. നമുക്കൊരു ഓണക്കോടി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു ഭാഗ്യം തന്നെയാണ്. അതൊക്കെ ഓണക്കോടി കിട്ടുക, നമ്മൾ നല്ല നല്ല പുതിയ വസ്ത്രങ്ങൾ ധരിക്കുക, അമ്പലത്തിൽ പോവുക, അത്തപ്പൂക്കൾ ഇടുക. മെയിൻ ആയിട്ടും എടുത്തു പറയേണ്ട എന്തോ, നമുക്ക് ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യമാണ്. അതെന്താ? നമുക്ക് ഓണം സദ്യ കഴിക്കുക എന്നുള്ളതാണ്. കാരണം വെച്ചാൽ പലതരം കറികളൊക്കെ കൂട്ടി പായസം ഉൾപ്പെടെ നമ്മൾ സദ്യ കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഇത്. പിന്നെ നമുക്ക് പറയാനായിട്ടുള്ളത് മാവേലി വരുന്നു എന്നുള്ളത്. മാവേലി വരിക, മാവേലിയുടെ ഇത്, പിന്നെ ഓണക്കളി, എന്നുവെച്ചാൽ വടംവലി, തിരുവാതിര, അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം കൂടെ വെച്ച് കളിക്കുക. അപ്പൊ ഓണത്തിന്റെ നമുക്ക് നിറവ് പകരാനായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ലുക്കായിരിക്കും. നമുക്കൊരു ഓണം എന്ന് വെച്ച് നമുക്കിപ്പോ എത്ര നാളോ അത്താം തൊട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും, ഓണം വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും. അപ്പൊ കൊച്ചു പിള്ളേരൊക്കെ ആകുമ്പോൾ അവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. എന്ന് വെച്ചാൽ അത്തം തൊട്ട് നമ്മൾ പൂക്കൾ ഇടും. 10 ദിവസമാണ് പൂക്കൾ ഇടുന്നത്. അപ്പൊ അത്തം തൊട്ട് അത്തത്തിന് അന്നും തൊട്ട് നമ്മൾ തിരുവോണത്തിന് അന്ന് വരെ നമ്മൾ തിരുവോണത്തിന് അന്നാണ് ശരിക്കും നമ്മൾ വലിയ അത്തപ്പൂക്കൾ ഇടുന്നത്. ചെറിയ അത്തപ്പൂക്കളിനെക്കാളും വലിയ അത്തപ്പൂക്കൾ ഇടുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓണത്തിനെ പറ്റി ആയതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പറയണമെന്നുകൊണ്ട് പറഞ്ഞതാണ്. നമുക്ക് എസ്പെഷ്യലി ഇപ്പോ ഓണം എന്ന് വെച്ചാൽ ഇപ്പൊ കേരളത്തില് മിക്കപ്പോഴും ഓണം തന്നെയാണ്. കാരണം വെച്ചാൽ പുറത്ത് ജീവിക്കുന്ന ആൾക്കാർ, അതായത് ബാംഗ്ലൂര്, വിദേശത്ത്, അങ്ങനെ കേരളത്തിന് പുറത്ത് ജീവിക്കുന്നവർക്ക് ഓണമൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. കാരണം എനിക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വെച്ചാൽ ഞാനും പുറത്തൊക്കെ പഠിച്ചതാണ്. അപ്പൊ പിന്നെ എനിക്ക് ഓണം എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആണ്, ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ഓണം ആഘോഷിക്കാനും ഓണം സെലിബ്രേറ്റ് ചെയ്യാനും പിന്നെ അമ്പലത്തിൽ പോകാനും പിന്നെ അത് സദ്യ കഴിക്കുക എന്ന് പറഞ്ഞാൽ, ഓണസദ്യ എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ്. കാരണം വെച്ചാൽ എനിക്ക് ഇഷ്ടമാണ് ഓണസദ്യ കഴിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ബാംഗ്ലൂരൊക്കെ ആകുമ്പോൾ നമ്മൾ എന്നും അങ്ങനെ ഓണസദ്യ വെച്ച് കഴിക്കാറില്ലല്ലോ. ഇപ്പൊ നമുക്ക് അവിടുത്തെ രീതികൾ, ഫുഡ് ഒക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടുത്തെ പോലെയല്ല. സോ നമുക്ക് ഓണസദ്യ കഴിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മളിങ്ങനെ ഡ്രസ്സൊക്കെ ഇടുക, അത്തപ്പൂക്കളൊക്കെ ഇടുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നമുക്ക് ചെറുപ്പത്തെ കുട്ടികളായിരിക്കുമ്പോ തൊട്ടേ നമുക്കൊരു ക്യൂരിയോസിറ്റി ആണ് ഓണം വരുമ്പോഴത്തേക്കും എന്താ. പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ എന്റെ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ അവർക്ക് നല്ല ഫുഡൊക്കെ കിട്ടണമെങ്കിൽ ഓണം വരണം, അല്ലെങ്കിൽ ഓണത്തിന് മാത്രമായിരിക്കും പപ്പടം എല്ലാം കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുക. അപ്പൊ അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഓണം എന്ന് വെച്ചാൽ. കേരളത്തിലെ വലിയൊരു ഫെസ്റ്റിവൽ ആണ് ഓണം. അപ്പം ഓണം എന്ന് വെച്ചാൽ നമുക്ക് മലയാളീസിന് എസ്പെഷ്യലി പറയാനാണെങ്കിൽ അന്ന് എല്ലാവരും കളർഫുൾ ആയിട്ട് ഗ്രാൻഡ് ആയിട്ടൊക്കെ ഉണ്ടാവുന്ന ഒരു ദിവസമാണ്. ആഹ് എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ദിവസമാണ്. നമ്മുടെ റിലേറ്റീവ്സ്, കസിൻസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ. അത് എനിക്കിപ്പം ഞാൻ കേരളത്തിൽ സെറ്റിലായി. പിന്നെ എനിക്ക് കേരളത്തിലെ ഓണം ആയിട്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എനിക്ക്. കാരണം എന്റെ ഓണം മിക്കപ്പോഴും ബാംഗ്ലൂരിലായിരുന്നു. അപ്പൊ കേരളത്തിലായിട്ട് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പൊ ഇപ്പൊ ഒരു മൂന്നാമത്തെ വർഷമാണ് എനിക്ക് ഓണത്തിന്റെ ഒരു എക്സ്പീരിയൻസ് വരുന്നത് തന്നെ. അപ്പൊ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓണം എന്ന് വെച്ചാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓണത്തിന്റെ ആ ഒരു കാര്യങ്ങളും അത്തപ്പൂക്കൾ ഇടുന്നതും ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ത്രിൽ അടിച്ചിരിക്കുകയാണ്. കാരണം വെച്ചാൽ ബാംഗ്ലൂരൊക്കെ ആകുമ്പോൾ നമ്മൾ അത്തപ്പൂക്കളൊക്കെ ഇടാറുണ്ട് അവിടെ, സദ്യയൊക്കെ ഒരുക്കാം. പക്ഷെ നമുക്ക് ഒരു ഫീല് വരത്തില്ല. എന്നുവെച്ചാൽ കേരളത്തിലെ പോലെ തന്നെ ഫീല് വരത്തില്ല. പക്ഷെ അവിടെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ഒരു ഇതാണ്, ഫെസ്റ്റിവൽ ആണ് ഓണം എന്ന് വെച്ചാൽ. കാരണം വെച്ചാൽ അവരിപ്പം നമുക്ക് ഓണപരിപാടികളൊക്കെ കൂടുതലായിട്ടും അറേഞ്ച് ചെയ്യും. ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മൾ ഇവിടെ വന്നപ്പോ തന്നെ പല സ്ഥലത്തായിട്ട് സ്കൂളില്, കോളേജില് എല്ലാവരും ഓണപരിപാടികളൊക്കെ അറേഞ്ച് ചെയ്യും. അവിടെ പിന്നെ അങ്ങനെ ഇല്ല. പക്ഷെ നമ്മൾ മലയാളീസിന്റെ അസോസിയേഷൻ ഇപ്പം നമ്മുടെ ഓരോ ഇതൊക്കെ വെച്ചിട്ട് എല്ലാവരും ഓണം ഇതൊക്കെ ആഘോഷിക്കാറുണ്ട്. ഓണത്തിന്റെ പരിപാടികളൊക്കെ വെക്കാറുണ്ട്. അപ്പൊ അതിലൊക്കെ അത്തപ്പൂക്കളൊക്കെ ഇടും. അത്തപ്പൂക്കൾ മത്സരം എന്ന് പറയാനായിട്ടൊന്നും അവിടെ ഇല്ല വലുതായിട്ട്. അതൊക്കെ കേരളത്തിലാണ് ഇങ്ങനെയുള്ളത്. അവിടെ ജസ്റ്റ് ഒരു ചെറിയ രീതിയിൽ. പക്ഷെ ആഘോഷങ്ങളൊക്കെ ഒത്തിരി ഉള്ളത് എനിക്ക് കമ്പയർലി തോന്നിയിട്ടുള്ളത്, അതായത് കേരളത്തിനെക്കാട്ടിലും ആഘോഷങ്ങൾ ഒത്തിരി ഉള്ളത് പുറത്താണ്. പുറത്തൊക്കെ ഭയങ്കര ആഘോഷമാണ് ഓണത്തിന്റെ. എന്ന് വെച്ചാൽ ഓണം കഴിഞ്ഞാലും ഒരു 2 to 3 weeks ഒക്കെ ഭയങ്കര ആഘോഷമായിരിക്കും ഓണത്തിന്റെ. കാരണം ഓരോ മലയാളികള് സെലിബ്രിറ്റീസിനൊക്കെ കൊണ്ടുവരിക, അവരുടെ മിമിക്രി പരിപാടി, അങ്ങനെ കുറെ നല്ല ആഘോഷങ്ങൾ. നമുക്ക് ഓണം ഇപ്പൊ ഒരു മനസ്സിൽ തന്നെ
ഉണ്ടാവും. ഒരു മാസത്തേക്കെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവും. അതങ്ങനെ മനസ്സ് വിട്ടങ്ങനെ പോകത്തില്ല. നമുക്ക് അത്രത്തോളം ഒരു എക്സ്പീരിയൻസ് ആണ് ഓണം എന്ന് വെച്ചാല്. ഇപ്പൊ കേരളത്തിൽ വരുമ്പോഴത്തേക്കും നമുക്കത് അത്ര വലിയ ഇതായിട്ട് ഇപ്പൊ ഓണം എന്ന് വെച്ചാൽ ഭയങ്കര കടയിലൊക്കെ നമുക്ക് വലിയൊരു അനുഭവം തന്നെയാണ് ഓണത്തിന്റെ ആ ഒരു ഫീൽ എന്ന് പറഞ്ഞാല്. കാരണം എനിക്ക് ഡിഫറൻസ് തോന്നിയിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ കേരളത്തിൽ മിക്കപ്പോഴും നമുക്ക് ഓണം എന്ന് വെച്ചാൽ ഇവിടെ എന്തോ കടയിലൊക്കെ നല്ല തിരക്ക് കാണും. അമ്പലത്തിലും നല്ല വിശേഷങ്ങളും എന്താ പരിപാടികളൊക്കെ കാണും. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മള് റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഒത്തുകൂടുമ്പം ആ ഒരു ഫീലാണ് നമുക്കുള്ളത്. പുറത്തൊക്കെ ആകുമ്പോൾ വെച്ചാൽ നമുക്ക് കൂടുതൽ നല്ലൊരു ഫീൽ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ പുറം രാജ്യത്തായാലും അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഓണം ആഘോഷിക്കുന്നുണ്ട്. നല്ല രീതിയിലും ആഘോഷിക്കുന്നുണ്ട്. പിന്നെ അമ്പലത്തില് കമ്മിറ്റിയില് ഇപ്പൊ നമ്മൾ അവിടത്തൊക്കെ അവിടെ മലയാളീസിന്റെ അമ്പലമൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അമ്പലത്തിലൊക്കെ പോയി വരുമ്പോ ഒരു വൈബാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വൈബ് പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. അത്രത്തോളം പവർ പാക്ട് ഉള്ള ഒരു കാര്യമാണ് അപ്പൊ ഓണം എന്ന് വെച്ചാൽ. അപ്പൊ നമുക്ക് വലിയൊരു സംഭവമാണ് ഓണം എന്ന് വെച്ചാൽ. അപ്പൊ നമുക്കത് അത്രത്തോളം എന്താ പറയാ ഇൻട്രസ്റ്റ് എടുത്തൊരു ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഭയങ്കര ത്രില്ലാണ്. ഓണം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ പോലെ ഇവിടെ നിങ്ങൾക്ക് ഓണം വരുന്നുണ്ട് അങ്ങനെയുള്ളൂ. പക്ഷെ അവിടെ ആകുമ്പോൾ ഓണം എവിടെ എത്തി എന്ന് തോന്നുന്ന രീതിയിലൊരു ഫീലാണ്. നമുക്കത് ഭയങ്കരമായിട്ടും എക്സൈറ്റഡ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം വെച്ചാല് വലിയൊരു സംഭവമാണ്. വെച്ചാൽ നമ്മളിപ്പം എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുക, സാധനങ്ങളൊക്കെ മേടിക്കുക, ലിസ്റ്റ് എടുക്കുക. ഇപ്പൊ ഡ്രസ്സൊക്കെ നമ്മൾ കോമൺലി എടുക്കും. പക്ഷെ എടുക്കുന്നതിനെക്കാളും നമ്മൾ സദ്യ ഒരുക്കാനായിട്ട് അതിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യുക. പിന്നെ നമ്മളൊക്കെ തലേദിവസം തന്നെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുക. ഇപ്പൊ ഓരോന്നാണെങ്കിൽ ഇപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് അവിടെ വലിയ ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം ഓണം വെള്ളിയാഴ്ച ആണെങ്കിലും ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഇവിടെ ആണെങ്കിൽ അങ്ങനത്തെ വൈബൊന്നും ഇല്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ചിലപ്പോ കാണുമായിരിക്കും. പക്ഷെ എനിക്കങ്ങനെ തോന്നാറില്ല. കാരണം ഇവിടെ യൂഷ്വലി എന്നും നമുക്ക് ഒരുപോലത്തെ പോലെ എനിക്കിവിടെ ഫീൽ ആവുന്നത്. പുറത്താകുമ്പോൾ നമുക്ക് കേരളത്തിലെ ഓണം ആദ്യമായിട്ട് കൂടുമ്പം ആ ഒരു ഇതിപ്പോ മൂന്നാമത്തെ വർഷമാണ് കൂടുന്നത്. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക്. എന്താവും എങ്ങനെയാന്നുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത്രേ ഉള്ളൂ. പുറത്താകുമ്പോൾ ഭയങ്കര ഒരു ആഘോഷവും സദ്യ, പിന്നെ TV കാണുക, നല്ല പുതിയ ഫിലിംസ് ഒക്കെ കാണുക. ഇതാകുമ്പോൾ ഭയങ്കര ത്രില്ലാണ് നമുക്ക്. നമുക്ക് അത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം വെച്ചാൽ ഇപ്പൊ കേരളത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അതിന്റെ ഒരു ഫീൽ വരത്തില്ല. അവര് പുറത്ത് പോകുമ്പോഴാണ് അവർക്ക് നല്ലൊരു ഫീൽ ഉണ്ടാവും. ഓണം എന്ന് വെച്ചാൽ എന്താണ് ഇപ്പൊ നമുക്ക് ആദ്യമൊക്കെ നമുക്ക് തോന്നും മിസ് ചെയ്യും. നമുക്ക് എന്താ ഫാമിലി മെമ്പേഴ്സിനെയും അതായതൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. നമുക്ക് അയ്യോ അവരെ അടുത്തില്ലല്ലോ എന്നുള്ള മിസ്സിങ് ഉണ്ടാവും. പക്ഷെ നമുക്ക് നല്ല ത്രില്ലാണ്. അവിടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് എന്റെ എക്സ്പീരിയൻസ് ഇതൊക്കെയായിരുന്നു ഓണത്തിന്. കളിച്ച് നല്ല വീട്ടിലേക്ക് ഫ്രണ്ട്സ് ഒക്കെ വരിക. കാരണം അവിടുത്തെ ഫ്രണ്ട്സ് ഒക്കെ വരാറുണ്ട്. സോ യൂഷ്വലി നമ്മൾ ഓണം സദ്യ ഒക്കെ വെച്ചിട്ട് അവര് അടുത്തുള്ള നെയ്ബേഴ്സിനൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യാറുണ്ട്. കാരണം വെച്ചാൽ അവരൊന്നും നമ്മുടെ മലയാളികളല്ല ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇങ്ങനെ ഭക്ഷണമൊക്കെ കൊടുക്കുക, പായസം കൊടുക്കുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു വെറൈറ്റി ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാകുന്നത്. അതുപോലെ നമുക്ക് അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണം. ഓണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഇവരാകുമ്പോൾ എല്ലാവർക്കും എല്ലാ വീട്ടിലും ഓണം ആഘോഷിക്കാറുണ്ട്. പിന്നെ അങ്ങനെയാണല്ലോ മലയാളീസ് മാത്രമല്ല ഓണം ആഘോഷിക്കുക. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഫീല്, ആ ഒരു വൈബ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമുക്ക് അനുഭവിച്ചാലേ അറിയത്തുള്ളൂ മക്കളെ. അനുഭവിച്ചാലേ അറിയത്തുള്ളൂ. അത് എനിക്ക് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ. അപ്പൊ അതാണ് എന്റെ ഓണം വിശേഷങ്ങൾ. ഇത്രയൊക്കെയാണ്. എനിക്ക് ചെറുപ്പത്തിലെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഓണത്തിന്. ഇതുവരെയായിട്ട് എനിക്ക് വലിയ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഓക്കെ. അപ്പം എനിക്ക് പറയുന്നത് എല്ലാവർക്കും എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ലോകത്തിന്റെ കോണിലെ എല്ലാ മലയാളികൾക്കും എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിന്റെയും ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണ ദിന ആശംസകൾ. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും സി യു.